ഗൈസ് ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഞാൻ എഴുന്നേറ്റിട്ട് ഒരു 6:30 7 മണിയൊക്കെ ആയപ്പോൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് പിന്നെ ഗോതമ്പ് ദോശ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഗൈസ് നിങ്ങളിത് കണ്ട ഞെട്ടിപ്പോകും. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ആകെ ഒരു ഗോതമ്പ് ദോശ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയോളൂ. ഇന്നൊരു ട്രാൻസ്മിഷൻ വീഡിയോ ആണ് ഗൈസ്, നോക്കിക്കോ എന്തിനാണ്. ഇതെന്റെ കിച്ചനാണ് ഗൈസ്. ആകെ ഒരു മുട്ടക്കറിയും ഒരു 5-6 ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതിൻ്റെ ഒരു കിച്ചണായി കിടക്കുന്ന ഈ കുക്കറൊക്കെ എന്തിനാ ഞാൻ എടുത്തതെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ആകെ മുട്ടക്കറി ഉണ്ടാക്കിയ പത്രം തന്നെ അത് തീർന്ന്, പിന്നെ അത് തിന്ന പത്രം തോണ്ടേ, പിന്നെ നാടെ എനിക്കറിഞ്ഞൂടാ ഇത് എന്തുവാണെന്നുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. ഓക്കേ, ഞാൻ എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ടേ. നോക്കാം, ആ കുക്കറിലിരിക്കുന്നതെന്ന് വെച്ചാൽ പാത്രം എല്ലാം കഴുകി എല്ലാം തുടച്ച് സ്ലാബൊക്കെ വൃത്തിയാക്കി വെച്ച് ഈ കുക്കറിലിരിക്കുന്നതെന്ന് വെച്ചാൽ ചോറ് ചൂടാക്കുവാണ്. പിന്നെ ഇത് വെള്ളം കരിങ്ങാലി വെള്ളം ഉണ്ടാക്കി വെച്ച്, പിന്നെ ഇത് നമ്മുടെ അരി വെള്ളത്തിലിട്ടേക്കുക ദോശയ്ക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക്. പിന്നെ ഇതെൻ്റെ വെള്ളമാണ്. ഇന്ന് മൊത്തം ഇരുന്നിട്ട് ഞാൻ ഇത്ര വെള്ളമേ കുടിക്കത്തുള്ളൂ. എനിക്ക് കാരണം മടിയാണ് ഇതിൻ്റെ അകത്ത് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു വെക്കാനായിട്ട്. ഇന്ന് എനിക്ക് മടി പിടിച്ചൊരു ദിവസം. പക്ഷെ ഞാൻ ഇന്ന് വീട് ഫുള്ളങ്ങ് ക്ലീൻ ചെയ്തേട്ടാ. ക്ലീൻ ചെയ്യാനൊന്നുമില്ല, എന്നും തൂത്ത് തുടച്ച് ഞാൻ ഇടുന്നത്. എനിക്കിപ്പോൾ കുറച്ച് ദിവസം വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചേട്ടെ. അത് കണ്ട ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഈ പശുക്കളെല്ലാം ഇവിടെ തന്നെ നിൽക്കും. സൂം ആവുന്നില്ല. ഓക്കെ, കണ്ട ഇതിനൊന്നും തണുക്കത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ട ഇപ്പം ഏതാണ്ട് 11:30 മണിയായി ഗൈസ്. പക്ഷെ കണ്ടാലെന്തോ പറയണേ, രാവിലെ ആണെന്നല്ലേ, 11:30 മണിയാവാറായി. 11 മണി എന്തോ ആയെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇങ്ങനെ തൂക്കാൻ തന്നെ നോക്കിയപ്പോൾ എന്തോ അങ്ങനെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ ഒരു മൂഡും എനിക്കില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എനിക്ക് കഴിക്കണ്ടേ. എനിക്ക് ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടാം. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാനിപ്പോൾ നമ്മൾ ഇന്നലെ ഇൻ്റർവ്യൂവിന് പോയ കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ്യൂം എല്ലാം ഇപ്പോൾ ഇടാം. ഓക്കെ, ടാറ്റാ.